അപ്പോൾ ഇരുട്ടത്തൊരു കൂരിരുട്ടി ഒരു പ്രേതത്തിന്റെ കഥ പറയാനാണ്. അയ്യോ, കൂരിരുട്ട്. അവിടെ ഒരു കാടിനുള്ളിൽ മര്യാദക്ക് പറഞ്ഞോട്ടമ്മ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇത് കട്ടി കരയുണ്ട. കഴിഞ്ഞിട്ട് പറഞ്ഞു. കരച്ചിലൊന്നുമില്ല എന്റെ സ്റ്റോറിയില്, കരച്ചിലില്ല. പക്ഷെ അപ്പോ നമ്മുടെ കുവൈറ്റില് അപകടത്തിൽപ്പെട്ട് മരിച്ച നമ്മുടെ നാട്ടിലെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രാർത്ഥന അവരുടെ വീട്ടിലുള്ളവർക്കെല്ലാം അത് സഹിക്കാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ ധനസഹായം കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും അവരുടെ ഒരു അഭാവം, ഒരു അവരുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ന്യൂസുകൾ തന്നെ കേൾക്കാൻ തോന്നില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിട്ടാണ് ഓരോരുത്തരും ഗൾഫിലേക്ക് പോകുന്നത്, അവിടെ കഷ്ടപ്പെടുന്നത്, നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒന്നും കാണാതെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് അതെല്ലാം സഹിക്കാനുള്ള കരുത്ത് ഭഗവാൻ കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ പാർട്ട് 3 ആയിട്ടുള്ള 2 എപ്പിസോഡിൽ കുറച്ച് ശോകം മൂകമൊക്കെ ആയിരുന്നു. ഇതില് അങ്ങനെ ഞാൻ എൻ്റെ മീനുവിനെ പ്രഗ്നൻ്റ് ആയി. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ മീനുവിനെ വിശേഷമായി. അപ്പം അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ ഒക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ നമുക്ക് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഇടയിൽ നിന്നുള്ള കുത്തുവാക്കുകളും ഇതൊക്കെ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു കുഞ്ഞ് വേണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെ വന്നതാണ് കേട്ടോ. മീനുവിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ നമുക്ക് നല്ല സ്കാനിങ് ആയിരുന്നു. നല്ല ഫുഡുകൾ മാത്രമേ ഞാൻ കഴിച്ചിരുന്നുള്ളൂ. ബിരിയാണി അങ്ങനെ കൊഴുപ്പുള്ള ആഹാരങ്ങളൊന്നും കഴിച്ചിരുന്നില്ല. പറയൂ. അപ്പം അങ്ങനെ നമ്മുടെ മീനുവിനെ പ്രഗ്നൻ്റ് ആയി. അപ്പം തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി. സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി. കാരണം ബേബിക്ക് കുഴപ്പമൊന്നുമില്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് 3 മാസത്തിലൊക്കെയാണ് സ്കാൻ ചെയ്യുക. പക്ഷെ ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ സ്കാൻ ചെയ്ത് എല്ലാം നോക്കലും ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ 8-ാം മാസമായപ്പോൾ മാഡത്തിനൊരു തോന്നൽ, കുട്ടിക്ക് സ്കാനിങ്ങിൽ വെയിറ്റ് കുറവാണെന്നൊരു തോന്നൽ വന്നു. സത്യം. അങ്ങനെ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ഇതുകൾ. അപ്പോൾ ഡെയിലി രാവിലെ 8 മണിക്ക് പോയി ഡ്രിപ്പ് കയറ്റിയിട്ട് കൈമിട്ട് 6 മണിക്കൂർ ഇങ്ങനെ കിടക്കണം അവിടെ. അത് കഴിഞ്ഞ് വരുമ്പോൾ കൈ നല്ല വീർത്തിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അന്ന് ഒരുപാട് കഷ്ടപ്പാട്. അപ്പോൾ എന്താ പറയുക, എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് പോയത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതിൽ അവരുടെ വീട്ടിൽ തന്നെ നിൽക്കായിരുന്നു ഞാൻ. മാസത്തിൽ ഒരാഴ്ചയാണ് മീനുവിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയത്. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ. അപ്പോൾ മീനുവിനെ എനിക്ക് എങ്ങനെയെങ്കിലും 7-ാം മാസമായാൽ മതി എൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ 7-ാം മാസമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. പക്ഷെ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം അപ്പം ഞാൻ വന്നു എന്നുവെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ട് ജനിക്കുന്ന കുട്ടി നല്ല ഇതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് പോകാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനു ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. 7-ാം മാസം നേരത്തെ അങ്ങോട്ട് പോയിട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ നെയ്യ് കുടിക്കൽ അങ്ങനത്തെ ചടങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ചടങ്ങൊന്നും ഉണ്ടായില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7-ാം മാസത്തിലെ ചടങ്ങ് വലിയ വിപുലമായിട്ടൊന്നും നടത്തിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ ചടങ്ങിന് 7-ാം മാസത്തിലെ ചടങ്ങിന്
അച്ഛൻ എനിക്ക് പാത്രങ്ങളൊക്കെ ആട്ടോ അവിടെ അധികം പാത്രമൊന്നും ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് ഓരോ തവണ ഇങ്ങനെ പാത്രങ്ങൾ വാങ്ങിത്തരിക. അപ്പം എനിക്ക് വലിയ ചെമ്പ് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. എൻ്റെ വീട്ടിലൊക്കെ 10 പറ ചെമ്പുണ്ട്. അതായത് 10 പറ നെല്ല് പുഴുങ്ങാൻ പറ്റിയ ചെമ്പൊക്കെ എൻ്റെ അച്ഛന്മാരുടെ അടുത്തുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചെമ്പ് പാത്രങ്ങളോടും ഇങ്ങനത്തെ പ്ലേറ്റുകളോടൊക്കെ ഭയങ്കര ആകർഷണമാണ്. അപ്പം എനിക്ക് ചെമ്പ് പാത്രം വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഉണ്ടിട്ടത്. അപ്പം ചെമ്പുണ്ട്. അപ്പം ആ ചെമ്പ് പാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചെമ്പ് മീനിൻ്റെ മുന്നത്തെ ഇതിനെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്തവണ വലിയ ആഘോഷമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഉരുളി മതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഓട്ടുരുളി എടുക്കാമെന്ന് പറഞ്ഞേ. ഓട്ടുരുളി മേടിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു ഓട്ടുരുളി വേണ്ട, നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അപ്പം അവിടെ മറ്റേ ഇൻഡാലിയത്തിൻ്റെ ഉരുളി ഇല്ല. അപ്പം എല്ലാവരും വരുമ്പോൾ ഒക്കെ ഒന്ന് വെക്കാൻ പറ്റിയ ഇൻഡാലിയത്തിൻ്റെ വലിയ ഉരുളി മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇൻഡാലിയത്തിൻ്റെ ഒരു വലിയ ഉരുളി വാങ്ങിച്ചു തന്നു. പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഒരു പ്രസവത്തിന് കൊണ്ടുപോയി കുട്ടിയെ കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മുമ്പത്തേനൊന്നും പ്രോബ്ലംസ് ഒന്നും പറയാത്തതുകൊണ്ട് ഇത് എപ്പോഴും സ്കാൻ ചെയ്ത് എല്ലാ മാസവും സ്കാൻ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഒരു 2 തവണ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഓരോ തവണ നോക്കുമ്പോൾ ഉറങ്ങാമാണ് എന്നെ കൊണ്ട് കഥ വരിക. അപ്പോൾ അങ്ങനെ ഓരോ മാസം സ്കാൻ ചെയ്തൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എന്നാലും എനിക്ക് ടെൻഷനാണ്. അപ്പം എനിക്കെപ്പോഴും എനക്കല്ല തോന്നും. അങ്ങനെയൊക്കെ ആയിട്ട് ഓടി എപ്പോഴും ആശുപത്രിക്ക് ചെല്ലുമ്പോൾ മാഡം പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ വീട്ടിലുള്ളവർ പറയും ചൂടുവെള്ളം കുടിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ കുഞ്ഞ് എനക്കറിയുന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ നമ്മൾ ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് പൊള്ളുകയാണല്ലോ. അപ്പം ഞാനങ്ങനെ എപ്പോഴും ചൂടുവെള്ളമൊന്നും കുടിക്കില്ല. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് കൊടുക്കും. അങ്ങനെ ഡ്രിപ്പൊക്കെ കയറ്റി അങ്ങനെ വെയിറ്റൊക്കെ ഓക്കെ ആയി. അപ്പം അങ്ങനെ അപ്പോഴാണ് ആ സ്കാനിങ്ങിൽ കണ്ട പോലെയൊന്നുമല്ല. ഒരു ചക്കക്കുട്ടിയായിരുന്നു. നല്ല അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ളൊരു കുട്ടി ജനിച്ചു. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. വന്നില്ല കേട്ടാ, എൻ്റെ അച്ഛൻ പ്രസവത്തിന് വന്നില്ല. കാരണം 2 ഇതിന് ലേബർ റൂമിൻ്റെ മുന്നിലിരുന്ന് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നതുകൊണ്ടും ഇതെങ്ങനെയാവുന്നുള്ള ടെൻഷൻ കൊണ്ടും എൻ്റെ അച്ഛനും വന്നില്ല, ഉണ്ണിയും വന്നില്ല. അപ്പോൾ മാമൻ. അപ്പോൾ ആ ഉണ്ണിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാനല്ല, എല്ലാവരും അങ്ങനെ ഞാനങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ട് അച്ഛനും പിന്നെ ഉണ്ണിന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ ഉണ്ണിയും വന്നില്ല. അപ്പോൾ ഞാൻ പ്രസവിച്ചപ്പോൾ അന്ന് അച്ഛൻ്റെ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് വിളിച്ച് പറഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഹാപ്പിയായി. കാരണം കുത്തുവാക്കുകളൊക്കെ കേൾക്കാൻ അവിടെ വന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മീനുവിനെ ഞാൻ നല്ല ദിവസം നോക്കിയിട്ടാണ് എനിക്ക് ഡേറ്റിന് മുമ്പേ തന്നെ ഇനി വേറെ പ്രശ്നമൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് ഡേറ്റിന് മുമ്പേ തന്നെ നമുക്ക് മരുന്ന് കയറ്റിയിട്ട് ആണ് എനിക്ക് പെയിൻ വരുത്തിയത്. അപ്പോൾ പെയിൻ വന്നിട്ടല്ല ഞാൻ പോയത്. അപ്പോൾ ഡേറ്റിന് ഒരാഴ്ച മുമ്പുള്ളപ്പോൾ തന്നെ ഒക്കെ ഇതായി മരുന്ന് വെച്ചിട്ടാണ് ഡെലിവറി. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര നാൾ നോക്കിയിട്ടാണ് ഡോക്ടർ സെലക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ധനുമാസത്തിൽ തിരുവാതിരയാണ് മീനുട്ടി. അപ്പം സിസേറിയൻ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയുള്ള ഇതിലായിരുന്നു കേട്ടോ. പെയിൻ വന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് പെയിൻ വന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കര താമസമായിരുന്നു മീനുവിനെ ഡെലിവറി ആവാൻ. ഞാൻ ഉറങ്ങി പോവായിരുന്നു. ഉറങ്ങി കഴിഞ്ഞാൽ പെയിൻ വരില്ല, അപ്പോൾ കുട്ടി ഇറങ്ങി വരില്ല. അങ്ങനെ ഞാൻ കുറച്ചുറങ്ങും, പിന്നെ ഉണരും, കുറച്ചുറങ്ങും. അങ്ങനെയായിട്ട് പെയിൻ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ട് ലാസ്റ്റ് സിസേറിയൻ ചെയ്യേണ്ടി വരും എന്നുള്ള നിലയിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും എന്ന് ഇങ്ങനെ തോന്നിയിട്ട് മാഡം വിളിച്ചിട്ട് പറഞ്ഞു വയറൊക്കെ ഷേവ് ചെയ്ത് ഇതൊക്കെ ശരിയാക്കാൻ വയറൊക്കെ വരുമ്പോൾ ഷേവ് ചെയ്തു. അപ്പോഴാണ് വേദന വന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മേനെയും ഒന്ന് കാണണം, അമ്മേനെയും മനുവിനെയും കാണണം എന്ന് പറഞ്ഞപ്പോൾ മനുവിനെ കാണിക്കാൻ പറ്റില്ല, അവിടെ അടുത്ത് വേറെ ഒരു പെയിനായിട്ട് കിടക്കുന്നുണ്ട്.
അപ്പോൾ എങ്ങനെ സ്ത്രീകളെങ്ങനെയൊക്കെ എടുക്കണമെന്ന് അറിയാമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത്. അതുകൊണ്ട് മനുവിനെ എനിക്ക് ഇരിക്കില്ല. അപ്പോൾ അമ്മയെ കാണിക്കാൻ പറഞ്ഞ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് എൻ്റെ അമ്മ വന്നിട്ട് വേഗം വേഗം ഉറക്കം ഉഴിഞ്ഞു, പൈസ ഉഴിഞ്ഞു. ഞാൻ വെള്ളം കൊണ്ടപ്പോ സ്പ്രേ ചെയ്യും മര്യാദക്ക് പറഞ്ഞു. ഒരു 10 രൂപ എടുത്തിട്ട് അമ്മ എന്നെ ഉഴിഞ്ഞ് പുറത്തേക്ക് പോയി. ആ വഴിക്ക് കുട്ടി ഇറങ്ങി വന്നു. അങ്ങനെ മീനുട്ടീനെ പെട്ടെന്ന് തന്നെ എടുത്തു. എന്നിട്ട് എനിക്ക് കാണിച്ചു പെൺകുട്ടിയാണ് കേട്ടാന്ന് പറഞ്ഞ് ആദ്യത്തെ കൊണ്ടുവന്ന് തുടച്ച് എൻ്റെ കവിളിലൊരു ഉമ്മ വെപ്പിച്ച് ഞാനും തിരിച്ചൊരു ഉമ്മ കൊടുത്തു. അങ്ങനെ കുട്ടീനെ പിന്നെ അവളെ പുറത്തൊക്കെ കാണിച്ചു. അപ്പം കുട്ടീനെ പുറത്ത് കാണിച്ചിട്ട് കുട്ടീനെ അപ്പം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത്ര. അപ്പം എൻ്റെ അച്ഛമ്മ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ അമ്മായി ഒക്കെ വന്ന് അവിടെ ലേബർ റൂമിൻ്റെ അവിടെ നിൽക്കണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു തവണ എനിക്ക് ഇനി ഉണ്ടായതല്ലേ. അപ്പം ആ ഒരു ഇതിൽ എല്ലാവരും അവിടെ വന്ന് നിൽക്കായിരുന്നു. അപ്പം എല്ലാവർക്കും കുട്ടിയെ കണ്ടപ്പോൾ സന്തോഷമായി. എൻ്റെ അച്ഛനുണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാപ്പൻ വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണിയോട് വേഗം ആശുപത്രിക്ക് ചെല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്ക് ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും വന്നോ വെച്ചിട്ട് അപ്പം തന്നെ അവൻ വേഗം അമ്മയെ വിളിച്ചിട്ട് ചേച്ചിക്ക് ഉണ്ണിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് താളമേ പാട്ടും കൂത്തും നാടും. പക്ഷെ അങ്ങനെ ഞങ്ങൾക്കൊരു മകൾ പിറന്നു. ആദ്യമായിട്ടാവും യൂട്യൂബിൽ ഇത്രയും വലിയൊരു പ്രഗ്നൻസി സ്റ്റോറി ഉണ്ടാവുക തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു മകൾ പിറന്നു. അതിനെ ഞങ്ങൾ തലയിലും താഴ്ത്തും വയ്ക്കാതെ ഇതിനെ വളർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും എന്നെ പല പേരിൽ വിളിച്ചറിയപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ കോഴിക്കുട്ടി എന്നാട്ടോ വിളിക്കുക. പിന്നെ ഞാൻ മീനാന്നൊക്കെ വിളിക്കും. അതെന്നെ അമ്മയും വിളിക്കും. പിന്നെ പിന്നെ അപ്പനും ഉണ്ണിമോളെ വിളിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ പേരിൽ അവരവർക്ക് തോന്നുന്ന പേരുകളും വിളിച്ചുകൊണ്ട് ആൻറ്റി മീനൂസ് എന്ന് വിളിക്കും, ആൻറ്റി മാമനും. അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിൽ മീന്ന് വിളിക്കും, മീനമ്മ എന്ന് വിളിക്കാൻ കൊറേ പേരുകളുണ്ട്. അമ്മ എന്താ കുട്ടിയാമിന എന്തൊക്കെയുണ്ട് തോന്നിയ പേരൊക്കെ ഞാൻ ഇപ്പോഴും വിളിക്കൂട്ടാ. എന്തൊക്കെയാ വിളിക്കാന്നൊരു കയ്യും കണക്കില്ല. പേരല്ല പിന്നെ വിളിക്കുക. എല്ലാ പേരും അങ്ങനെ ഇവിടെ പറയാൻ പറ്റില്ല തീരെ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പേര് ചില പേര് വിളിച്ചില്ല എന്നുള്ള വിഷമം കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ. എനിക്കും പിന്നെ അതാണ് എന്റെ ഇഷ്ടം. എന്റെ ഒറിജിനൽ നെയിമിനേക്കാളും ചില പേര് വിളിച്ച് അറിയപ്പെടുന്നതാണ്. അങ്ങനെ കുറെ പേരുകളൊക്കെ ആയി. അങ്ങനെ ഞങ്ങളുടെ മകൾ മീനു പിറന്നിരിക്കുന്നു. അങ്ങനെ പിറന്നു. അങ്ങനെ 90-ന് പേരിട്ടു. എല്ലാ തവണയും കട്ട് ചെയ്ത് വരുമ്പോൾ എൻ്റെ കോട്ടുവായ. അങ്ങനെ ഞങ്ങളുടെ മകൾ മീനു ജനിച്ചു. പിന്നെ അവളെ കൊണ്ട് അത്ര വലിയ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഫുഡ് കൊടുക്കുക, എന്നിട്ട് നമ്മളും ഇപ്പം കിടന്ന് ഉറങ്ങുക. അപ്പം അവൾ ഉറങ്ങിക്കോളും. ഞാൻ എനിക്കുമ്പോഴേ അവള് എനിക്കുള്ളൂ. അങ്ങനെ നല്ലൊരു കുട്ടിയായിരുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ വലുതായപ്പോ ഭയങ്കര ശല്യക്കടായി. ഇനി അടുത്ത കുറെ കഥകളുണ്ട്. ഞാന് ഗർഭിണിയായിരിക്കുമ്പോ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നിയില്ല. അങ്ങനെ എനിക്ക് ആ പ്രഗ്നൻസിയിൽ അങ്ങനത്തെ ഒരു സംഭവം തോന്നിയിട്ടില്ല. ഒരിക്കലും പച്ചമാങ്ങ പുളിയൊന്നും തിന്നാൻ തോന്നിയില്ല. എന്തൊരു കഷ്ട. ഞാൻ തിന്നുണ്ടായിരുന്നു. മസാല ദോശ തിന്നായിരുന്നു. രാധാകൃഷ്ണ. പക്ഷെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് മാതളവും മാപ്പിളൊക്കെ കഴിച്ചിട്ട് മീനു അത്ര ജനിക്കുമ്പോ നിറണ്ടായിരുന്നു. പിന്നെ നിറം പോയി. ഡിസ്ക്രിമിനേഷൻ എവിടെ കോലി ഞാൻ പോയിട്ട് അല്ലാന്ന് ഞാൻ പറയണതാട്ടോ എപ്പോഴും. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വെളുക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും ഓരോ ജനറ്റിക് ആയതിലേക്ക് മാറും. അത്രേ ഉള്ളു. എനിക്ക് ഉണ്ണിക്കുട്ടൻ കളർ വെച്ചാൽ അവനെ ദത്തെടുത്താൻ നല്ല സംശയമുണ്ട്. അവനെ ഒന്നും കഴിച്ചിട്ടില്ല ഞാന്. അപ്പൊ ഞാനോട് പറയും ഒന്നും കഴിക്കേണ്ടിയിരിക്കുന്നില്ലേന്ന്. അപ്പൊ ഫ്രൂട്ട്സ് കഴിക്കണേലൊന്നും ഒരു കാര്യമില്ല. എല്ലാവർക്കും ഓരോ ദൈവം വിധിച്ചൊരിതുണ്ട്. കളറില്ലെങ്കിൽ എന്താ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇതിന്റെ ബാക്കിയുണ്ട്. ഇനി ഉണ്ണിക്കുട്ടൻ അപ്രതീക്ഷിതമായി കടന്നു വന്ന കഥ അത് പറയാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അടുത്ത പാട്ടിൽ വരൂട്ടാ.
പിന്നെ ഇത് കുറച്ചും കൂടെ പറയാനുണ്ട്. ഇത് അമ്മ ഉറങ്ങണായിരുന്നു, എനിക്ക് മര്യാദയ്ക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല. നല്ല പറയാണ്ടാവും അതന്നെ പറയാട്ടോ. എന്നാ ഉറക്കപ്പിച്ചിരിക്കണ കണ്ണൊക്കെ കണ്ടാ വയ്യതാ. അപ്പൊ കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു പാർട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും. വായ തുറക്കല്ലേ മുഴണ്ട്. അപ്പൊ എല്ലാരും ഈ പാർട്ടിനാവും വെയിറ്റ് ചെയ്തിരിക്കണ്ടാവുക. ഇതിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ വരൂട്ടാ. ഈ പ്രഗ്നൻസി വീഡിയോയിൽ ഒന്നും എന്നെ കാണാനില്ല. എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും എന്നെ. ഇന്നിപ്പോ ഞാൻ കൂറ കുത്തിയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ നല്ലോണം ഇരിക്കണു എന്നല്ല. അപ്പൊ എന്തായാലും ഇഞ്ചി പോ. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ ഉണ്ടായിക്കറ. ബൈ.